സഹോദരങ്ങളെ, നിങ്ങൾക്ക് വേണ്ടി ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചോട്ടെ. ദൈവത്തിന്റെ വചനത്തിന്റെ വലിയ ശക്തിയും അഭിഷേകവും ഇന്നേ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ നിറയുമാറാകട്ടെ. 2 കൊരിന്ത്യർ 2:20 നമ്മൾ കാണുന്നു, എപ്പോഴും ഞങ്ങളെ ക്രിസ്തുവിൽ വിജയത്തിലേക്ക് എത്തിക്കുകയും അവനെക്കുറിച്ചുള്ള ജ്ഞാനത്തിന്റെ സൗരഭ്യം ഞങ്ങൾ വഴി പരത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തുതി. ഇന്ന് കടന്നു പോകുന്ന ഏത് വിഷയത്തിലും ക്രിസ്തുവിലൂടെയുള്ള വിജയം കടന്നു വരട്ടെ. ക്രിസ്തുവിനെക്കുറിച്ചുള്ള ജ്ഞാനത്തിന്റെ സൗരഭ്യം നിന്റെ ജീവിതത്തിൽ നിറയപ്പെടട്ടെ. അങ്ങനെ യേശു ക്രിസ്തുവിലൂടെ സകലതിനെ മറികടന്ന് ദൈവികമായ വിജയം ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പി ലേഖനം എഴുതുമ്പോൾ 4-ാം അധ്യായത്തിൽ പറയുകയാണ്, എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്ക് സകലതും ചെയ്യുവാൻ സാധിക്കും. നമ്മളെ ശക്തീകരിക്കുന്ന ഒരു ദൈവമുണ്ട്. ക്രൂശിൽ നിനക്കായി സകലതും പൂർത്തീകരിച്ച് ഇന്ന് തന്റെ ആത്മാവിലൂടെ നിന്നെ ശക്തിപ്പെടുത്തുന്നവൻ, നിനക്ക് വിജയം നൽകുന്നവൻ, കരുത്ത് നൽകുന്നവൻ. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന് പറയുന്നവൻ. യെശയ്യാ 41:10 നമ്മളത് കാണുന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ക്രൂശിൽ നിനക്കായി സകലതും പൂർത്തീകരിച്ചവൻ നിന്നെ ശക്തിപ്പെടുത്തുന്നു, താങ്ങി നിർത്തുന്നു തന്റെ വിജയകരമായ വലതുകരം കൊണ്ട്. ക്രൂശിൽ നിനക്ക് വേണ്ടി മണിക്കൂറുകൾ വേദന കൊണ്ട് പെടഞ്ഞപ്പോഴും നിന്റെ വിജയത്തിൽ സന്തോഷിക്കുന്ന, നിന്റെ ഉയർച്ചയിൽ സന്തോഷിക്കുന്ന, നിനക്ക് വേണ്ടി നിന്റെ ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി ക്രൂശിൽ സകലതും പൂർത്തീകരിച്ച, നിന്റെ നന്മയിൽ ആഹ്ലാദിക്കുന്ന ആ ദൈവം, ആഹ്ലാദിക്കുന്ന ദൈവത്തിന്റെ വിജയം നൽകുന്ന കരം കൊണ്ട് അവിടുന്ന് നിന്നെ താങ്ങി നിർത്തും. പിതാവെ, ഓരോ മക്കൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. എന്ന് കേട്ട ഈ ഓരോ വചനത്തിന് ഐശ്വര്യവും അഭിഷേകവും സമൃദ്ധിയും കൃപയും അവരുടെ ജീവിതത്തിൽ നിറയപ്പെടുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. കീപ്പ് us also in prayers. നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം, ദൈവരാജ്യത്തിനായി കൈകോർക്കാം. ഗോഡ് ബ്ലസ് യു.